നമസ്കാരം, ചാനൽ റെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളത്ത് ചെറിയ കടവ്, അതായത് ചെല്ലാനം ചെറിയ കടവിലുള്ള നമ്മളെ ആൽവിൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ആൽവിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ നമ്മുടെ അജുലക്സ് കൂടി ഫൗണ്ടറായ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൽ അവരുടെ ഒരു കേസായിരുന്നു ഈ ആൽവിൻ ചേട്ടൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത് കൊണ്ടുവരാനുള്ളൊരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ മനസ്സിലാകും. നമ്മൾ എന്തായാലും ആൽവിൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ നോക്കൂ. ഈ വീടിന് ജപ്തി നോട്ടീസൊക്കെ വന്നതാണ്. അതിലെല്ലാം ചാരിറ്റി ക്ലാരിറ്റി എന്ന് പറയുന്ന ട്രസ്റ്റ് നോക്കി നടത്തി പല കടവും ഇദ്ദേഹത്തിനൊക്കെ പല കടവും വീട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. നമസ്കാരം ചേട്ടാ, കാലിനൊക്കെ എങ്ങനെയുണ്ട്? പകുതി മാറി, ഫുള്ളായിട്ട് മാറിയിട്ടില്ല. പഴുക്ക് വല്ലതും ഉണ്ടോ? ഇല്ല, പഴുപ്പൊന്നുമില്ല. വേറെ കുഴപ്പമില്ല, പകുതി മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഡ്രസ് ചെയ്യാതെ വെച്ചേക്കുന്നത് എന്താ? അതിപ്പോ കാല് കുളിച്ച് കഴിഞ്ഞു വന്ന അഴിച്ചുള്ളത്. കുളിച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി ഉപ്പിട്ട് കഴുകണം. ഉപ്പിട്ട് കഴുകിയിട്ട് ഞാൻ നിൽക്കുന്നു. ഞാനും കൂടെ ഇരിക്കുന്നു അല്ലേ ചേട്ടാ? എന്തായിരിക്കും ചേട്ടൻ ശരിക്കും പ്രശ്നം എന്തായിരുന്നു? ശരിക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണി കൊണ്ടതാ. ആണി കൊണ്ടോ? ഇതേപോലത്തെ ഇത് രണ്ട് കാലം കൂടി വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു കാലേലി ആണി കൊണ്ടിട്ട് അത് പഴുത്ത് മുറിക്കേണ്ട അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു? ഡയബറ്റിക്സ് ഉണ്ട്. അതുകൊണ്ടാണ് മുറിക്കേണ്ടത്. ആണി കാരണം 800 ഉണ്ടായിരുന്നു. അതാണ്. ഇപ്പൊ ഷുഗർ ലെവൽ കുറഞ്ഞു? 600. ഇപ്പൊ നിലവിലുള്ള ചികിത്സക്കാരൊക്കെ എങ്ങനെ പോകുന്നത്? നിലവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഷുഗറിനുള്ള മരുന്ന് മേടിക്കുന്നുണ്ട്. പക്ഷേ ചേട്ടാ, ഈ സർജറിന്റെ കാര്യത്തിനുള്ള ചെലവൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? അത് ട്രസ്റ്റ് തന്നെയാണ് നടത്തിയത്? ട്രസ്റ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ അജു ഒരു 15,000. ഏത് ട്രസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്? നിങ്ങൾക്ക് മുൻപ് അറിയണ ഒരു ആളായിരുന്നു? എനിക്കറിയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലുത്താനാട്ടോ. അങ്ങനെ പറയരുത്. അങ്ങനെയാണ് പുള്ളി അറിയപ്പെടുന്നത്. ദൈവമാണെന്നോ? സത്യമായിട്ട് കാര്യം അങ്ങനെ പറയാൻ കാര്യം എന്താന്ന് മനസ്സിലായ, ഒരാള് സഹായിക്കില്ലായിരുന്നപ്പോഴേ ഈ പുള്ളി മാത്രമേ ഉണ്ടായിരുന്നതല്ല. അതിനെ ചെറുത്താന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റില്ല. ദൈവം പറയുന്നത് കൊള്ളാം, ചെറുത്താൻ ദൈവം കേട്ടോ. അപ്പോ എന്തായാലും ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോ മെയിനായിട്ട് ഇപ്പൊ ചെകുത്താൻ അറസ്റ്റിലാകുന്ന സമയത്ത് ചേട്ടൻ എവിടെയായിരുന്നു? അത് എന്നെ ആശുപത്രിയിലായിരുന്നു പറഞ്ഞ എനിക്കറിയാൻ പലായിരുന്നു. നിങ്ങൾ ബോധത്തിലായിരുന്നു? 7 ദിവസം. 7 ദിവസം കോമയിലായിരുന്നു. അജുവിന്റെ കാര്യം അറസ്റ്റിലായിരുന്ന സമയത്ത് അറിയാൻ പല, ഒന്നും അറിയാൻ പല. പിന്നീട് അറിഞ്ഞോ? പിന്നീടായിരുന്നു. അറിഞ്ഞ സമയത്ത് ഞാൻ അജുവിനെ വിളിക്കാൻ നോക്കി. ആ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിളിക്കണമെന്നുണ്ട്, പുള്ളിനെ കിട്ടണില്ല. അല്ല, അപ്പോ നിങ്ങള് ചികിത്സാ സഹായമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോയത് ആ സമയത്ത്? ആ സമയത്ത് 40,000 രൂപ 60,000 രൂപ മറ്റേ പുള്ളിയാണ് തന്നത്. അത് ഷാരോണാണ് തന്നത്. ഷാരോൺ വഴിയാണ് നമുക്ക് കിട്ടുന്നത് വിളിച്ചിട്ട്. അല്ല, നിങ്ങള് ഒരു എമർജൻസി ഒരു രാത്രി ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതെ അതെ. അഡ്മിറ്റ് ആയിട്ട് അവിടെ വെന്റിലേറ്ററിലൊക്കെ വെച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോ അത്ര എമർജൻസി സിറ്റുവേഷനകത്ത് ചെകുത്താൻ അവൈലബിൾ ആയിട്ടില്ലായിട്ടുള്ളത് അജുവിന്റെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. അതാ നിങ്ങളെ ആരാ വിളിച്ചത്? എന്നെ ഷാരോണാ വിളിച്ചത്. അല്ല, ആ സമയത്ത് നിങ്ങള് അജുവിനെ വിളിക്കാൻ നോക്കിയോ? ഇല്ല, ഞാനില്ല. നിങ്ങൾ ബോധത്തിലില്ലല്ലോ? ഞാനില്ലല്ല. വൈഫ്, അതായത് അജുവിന വിളിക്കണ കാര്യമെല്ലാം എന്റെ വൈഫിനെ അറിയും. അല്ല, ആ സമയത്ത് എത്ര ചികിത്സ സഹായം, എത്ര ഫണ്ട് എത്രയായിരുന്നു വേണ്ടിയിരുന്നത്? അതറിയില്ല. എല്ലാം വൈഫാണെന്നോ? അതാണ് വൈഫിനോട് നമുക്ക് വ്യക്തമായി ചോദിക്കാം. എന്തായാലും എന്റെ സംശയം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ആ വെന്റിലേറ്ററിൽ മരിക്കാൻ കിടക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് നിങ്ങൾക്ക് ഫണ്ട് വരേണ്ട ട്രസ്റ്റിൽ നിന്ന് ഫണ്ട് മുടങ്ങിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. കാരണം അവർക്ക് ഫണ്ട് അപ്രൂവ് ചെയ്യണമെങ്കിൽ
അജു അലക്സ് ആണ്. അജു അലക്സ്. പുള്ളി ആ സമയത്ത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം പുള്ളി അകത്താണ്, സെല്ലിന്റെ അകത്ത്, ലോക്കപ്പിന്റെ അകത്ത് പോലീസ്. അതുകൂടാതെ അദ്ദേഹത്തെ എറണാകുളത്തേക്ക് തെളിവെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം മൊത്തം നടത്തിക്കുന്ന സമയത്ത് ഇവിടെ ഒരാൾ മരണത്തിന്റെ പോരാട്ടത്തിൽ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഇവർക്ക് ഫണ്ട് കൊടുക്കാനാവാതെ ഇതേ ട്രസ്റ്റിന്റെ മറ്റൊരു മെമ്പറായ ഷാരോൺ അദ്ദേഹം വലയുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഫണ്ട് എടുക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ഫണ്ട് അനുവദിക്കണമെങ്കിൽ അജു അലക്സ് വേണം. കാരണം പുള്ളിയും കൂടെ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു. ഞാൻ നിങ്ങളുടെ വൈഫിനോട് സംസാരിച്ച സമയത്ത് അവര് വേറെ എവിടെ നിൽക്കുകയോ സ്വർണം വല്ലതും പണയം വെച്ചിട്ട് പൈസ എടുത്തു എന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷെ അതും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഒരു ട്രസ്റ്റ് ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലും സഹായിക്കാൻ ഇറങ്ങിയ ഒരു ട്രസ്റ്റിന് ഇദ്ദേഹത്തിന് ഏറ്റവും അനിവാര്യമായ സമയത്ത് ലഭ്യമാകാതെ പോകുന്നു എന്ന് പറയുന്നത് അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇവരുടെ ഈ പൈസക്ക് വേണ്ടിയിട്ട് ഇവരുടെ വൈഫ് എവിടെന്നൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് വളവല്ല പണയം വെച്ചിട്ടാണ് ഫണ്ട് എടുത്തിട്ട് ഓപ്പറേഷൻ ഇവരുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അന്നാണ് ഇവരുടെ ചികിത്സ അതുപോലെ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തായാലും ഇത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് അജു അലക്സ്, എനിക്ക് ഷാരോൺ ആ സമയത്ത് ഇത് അജു അലക്സിനോട് വല്ല പോയി പറയാൻ പറ്റുമോ എനിക്കറിയില്ല. സെല്ലിനകത്ത് കയറി ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ശ്രമിച്ചതായിട്ട് എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് ഞാനൊന്ന് ചെകുത്താനെ വിളിച്ചു നോക്കട്ടെ. നമ്മൾ അജു അലക്സിനെ ഞാൻ വിളിച്ചു നോക്കാം. ആ സമയത്ത് എന്താണ് അദ്ദേഹം എന്ത് ചെയ്യാൻ സാധിക്കും? പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനാവാതെയുള്ള സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഷാരോണ് വേണമെങ്കിൽ സെല്ലിനകത്തുള്ള ചെകുത്താനോട് ഈ കാര്യം പറയാമായിരുന്നു. അന്ന് ചെകുത്താന് വേണമെങ്കിൽ പോലീസുകാരെ ഇൻഫോം ചെയ്തിട്ട് അവിടെ നിന്ന് ഒരൊറ്റ ക്ലിക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ട് എന്തുകൊണ്ടത് ഉപയോഗപ്പെടുത്തിയില്ല? അത് അജു അലക്സിന്റെ തെറ്റാണോ അല്ലെങ്കിൽ ഷാരോന്റെ തെറ്റാണോ? ഇത് അല്ല, അത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് അജു അലക്സിനോട് തന്നെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് സഹായസ്ഥവുമായി ഇല്ല, ഇവര് ബുദ്ധിമുട്ടി വരിക്കുന്നല്ല ഞാൻ പറയുന്നത്. ആ സമയത്ത് ഈ ട്രസ്റ്റിന് നിങ്ങൾക്ക് ഫണ്ട് കൊടുക്കേണ്ട സമയമാണ്. എന്തുകൊണ്ട് അത് മുടങ്ങി എന്ന് വെച്ചാൽ ഒരാള് പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടിയിരിക്കുന്നു. എന്തായാലും ഞാൻ ചെറുത്താനെ വിളിച്ചു നോക്കാം. ഹലോ, അജു മാക്കാണ്. ഞാൻ ഈ കോളൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. ഞാനിത് വീഡിയോയില് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഞാനിപ്പോ നിങ്ങളുടെ ആൽവിൻ ചേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ ഞാനതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ വിളിച്ചത്. അപ്പോ ഈ ആൽവിൻ എന്ന് പറയുന്ന ആളുടെ എല്ലാ രീതിയിലുള്ള സഹായഹസ്തവുമായിട്ടാണല്ലോ നിങ്ങൾ ട്രസ്റ്റ് മുന്നോട്ട് വന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ നിങ്ങളുടെ സഹായം അവിടെ എത്താത്തൊരവസ്ഥ വന്നു. ഇദ്ദേഹം കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഫണ്ട് കിട്ടാതെ വലയുന്ന ഒരവസ്ഥ വന്നായിരുന്നു. ആ സമയത്ത് ഇത് വല്ലതും ഷാരോൺ വല്ലതും സെല്ലിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ വല്ല കാര്യങ്ങളും? അതിന് അവിടെ ആരും അങ്ങനെ കേറാൻ സമ്മതിക്കത്തൊന്നുമില്ല. ഇവര് മാറ്റി നിർത്തിയേക്കല്ലേ. വേറെ ഒരാൾ സമ്മതിക്കില്ലായിരുന്നു. ഇതിന്റെ തലേന്ന് വല്ലതും അജു വേറെ ആരോടും സൂചിപ്പിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും കാര്യം ഇദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്? ഇതെല്ലാം ഷാരോണിന് ഏൽപ്പിച്ചേക്കുമല്ലേ. അവിടെ അവരുണ്ട്, കുക്കുണ്ട്, അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്താ ഇപ്പൊ അവിടെ എന്താ സംഭവം? ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന് ഫണ്ട് എത്താനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതെന്ന് വെച്ചാൽ വേറെ ഒരു കാര്യമുണ്ട്. എന്റെ ഈ ഫോൺ അടക്കമുള്ള സാധനം എല്ലാം അവിടെ ആയിപ്പോയി. ഇറങ്ങി കഴിഞ്ഞിട്ടും പിന്നെയും നടന്നില്ല. ഞാൻ അന്ന് വൈകുന്നേരവും പോലീസുകാരോട് പറഞ്ഞ ഈ ഫണ്ട് റൈസിംഗ് ഒക്കെ നടത്തുമ്പോ നമുക്ക് ഈ ഗൂഗിൾ പേ ഒക്കെ ഇതിനകത്തൂടെ അപ്പൊ ആൾക്കാർ എടുക്കും, അതിന്റെ ഒക്കെ കാര്യങ്ങളുണ്ട്, വിളിക്കാനുണ്ട്, പറയാനുണ്ട്. അവര് തരത്തില്ല. അവർക്ക് അതിനകത്ത് കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഫോൺ കിട്ടിയിട്ടില്ല. പോലീസുകാർ ആ സമയത്ത് ഫോൺ തരികയോ ഈ ആവശ്യം ചെലുത്താൻ ഈ ആവശ്യത്തിന് ഞാൻ അവിടെ നിന്ന് വിളിക്കേണ്ട വരത്തില്ലടേ. ഞാനതെല്ലാം ഇവിടെ ഈ ആകെ ചെയ്യാനുള്ള പണി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകൾ വിളിച്ച് അന്വേഷിക്കുക, പിന്നെ കൂടുതൽ ഫണ്ട് റൈസിങ് നടത്തണ്ട എന്നാണ് അടുത്ത ദിവസമാണ് നടത്തുന്ന വിചാരിച്ചത്.
ആകെ ബാക്കി വേണ്ടാകുന്ന അത് ഒരു 20,000 രൂപ എന്തോ അതിനകത്ത്. അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. നീ ഇപ്പൊ എവിടെ ആൽബിന്റെ അടുത്താണോ? ഹലോ ആൽവിൻ എന്തോ പറയാൻ അജു, ഹലോ. ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചാണ്. എന്തിന്? തനിക്ക് എങ്ങനെ ഉണ്ട് ഇതൊക്കെ പറഞ്ഞാലും? ചെകുത്താന്ന് വിളിക്കണ്ട, ദൈവം വിളിക്കാൻ വിളിക്കണം. പാലെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നുമില്ല. ഈ എങ്ങനെയുണ്ട് ഇപ്പൊ? ഹെൽത്ത് എങ്ങനെയുണ്ട്? കേക്കണ്ട. ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹെൽത്ത് കുഴപ്പമില്ല. അതെ, ബാക്കിക്ക് കൂടെ ഫണ്ട് റൈസിംഗ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വരെ ഈ കോടതി പരിസരത്തൊക്കെ ഉണ്ട്. ഞാൻ അജുവിന്റെ പഴയ ഫോൺ നമ്പറിൽ കുറെ വിളിക്കാൻ ശ്രമിച്ചായിരുന്നു. അതിനകത്ത് നമ്പറൊന്നും ഇല്ല. ഇതിപ്പോ പുതിയൊരു നമ്പറാ. ഇത് മാക്കിന്റെ മേടിച്ചു. അല്ലേ തന്നെ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. എന്തിനുണ്ട് ഷാരോണിനെ വല്ലതും വിളിച്ചാൽ മതി. അതല്ല, ഒരു നന്ദി പറയാൻ വേണ്ടി വിളിക്കാനായിരുന്നു. എന്ത് നന്ദി? എങ്ങനെയുണ്ട് തനിക്ക് ഇതൊക്കെ പറഞ്ഞാലും? കുഴപ്പമില്ല. സത്യം പറയാൻ പാടില്ല, ഉള്ള കാര്യം പറയാല. ഒട്ടും അനങ്ങാനൊക്കെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഈ കാലിൽ ഇത്തിരി നീരുള്ള കാരണം കൊണ്ടേ നടക്കുന്നതില് കുഴപ്പമൊന്നും. അന്നത്തെ പ്രശ്നങ്ങളൊക്കെ എന്താ, മരുന്നുണ്ടോ? അതുണ്ട്. ഞാൻ അതിനൊക്കെ ബാങ്കുകാര് എന്താ പറഞ്ഞ? പിന്നെ വിളിച്ചതാ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് നമുക്ക് ഈ ആഴ്ച ശരിയാ. പക്ഷെ അജുനൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിനി വരാം, എപ്പോഴും ഫ്രീ ആയാ വരാം. ഇത് ഇവിടെയൊക്കെ തന്നെ വേണം, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ് തന്റെ കാലൊക്കെ ശരിയായത് എനിക്ക് ഇങ്ങനെ ഇറങ്ങാലോ, പുറത്തോട്ട് ഇറങ്ങാം. ഇത് വലിയ കാര്യമൊന്നുമില്ല, കണ്ടിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അതല്ല മനുഷ്യ, കാണാനല്ല. അത് താൻ അന്ന് മരിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അത്രയും പാടില്ലായിരുന്നല്ലോ. അതാ പറഞ്ഞത്. വെന്റിലേറ്റർ കയറ്റിട്ട് ഇറക്കിയ ആള് തട്ടിപ്പോവെന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓർത്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ചിലപ്പോ താൻ മരിച്ചു പോയെന്ന് വിചാരിച്ച്. അല്ല, ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതല്ലടോ, ഞാൻ ശരിക്കും ഓർത്തതേ പോലീസുകാരൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോ ഞാൻ ഈ ഷാരോണിനോട് ചോദിച്ചേടേ അയാള് ജീവനോടുണ്ടോ, എന്താ സംഭവം? അപ്പൊ അയാള് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടിയാരൊക്കെ ഞാൻ വൈകുന്നേരം ആണ് അറിഞ്ഞത്. പിന്നെ എന്നെ തന്റെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ വിളിക്കാഞ്ഞ എന്ത് പറഞ്ഞു വിളിക്കാനാ? അത് കുഴപ്പമില്ല, എന്നാണല്ലോ ഇത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ. കുഴപ്പമില്ല. വേറെന്താ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രത്യേകം? വേറൊന്നും പറയണ്ടൊന്നുമില്ല. ഓക്കെ. മറ്റേ മെഡിക്കേഷൻ വേറെ എക്സ്ട്രാ മെഡിസിൻ ഉണ്ടല്ലേ? എക്സ്ട്രാ മെഡിസിൻ ഉണ്ട്. അതൊക്കെ ശരിയാക്കാം. എന്താണേലും പരിപാടിയൊക്കെ നന്നായി. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പറ്റില്ലെങ്കിൽ അത് വേണ്ട. അതല്ലടോ, അങ്ങനെ വേണ്ടായില്ല. അത് ഞങ്ങളിപ്പോ രണ്ടാമത് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. ഇതിപ്പോ വേറെ കേസൊക്കെ എടുക്കാൻ പോവാ, പുതിയതൊക്കെ എടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്തെടുക്കാൻ. ഇത് ആ ജപ്തിയുടെ ഇനി 40,000 രൂപയും വീണ്ടും കണ്ടുപിടിക്കണം. കാരണം നമുക്ക് അന്ന് കുറച്ച് ചെലവായതിനകത്ത് ഇതിനകത്ത് ഇനിയും അതില്ല. നമുക്ക് കുറച്ച് പൈസ കണ്ടുപിടിക്കണം. അതിനാ വീഡിയോ വീണ്ടും ഇടുന്നത്. അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്നിന്റെ പരിപാടിയോ പിന്നെ തനിക്ക് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കുന്നതും വരെ ഉള്ളൂ. അത് സെറ്റാക്കാം. തനിക്ക് അത് പിന്നെ ശരിയായി കഴിഞ്ഞിട്ട് മതി. ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല ജോലിക്ക് പോകുന്ന പരിപാടി വല്ലതും ഉണ്ടെന്ന് തപ്പട്ടെ. എവിടെയെങ്കിലും അല്ല, നമുക്കറിയാവുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഒരു കാര്യം പറഞ്ഞില്ലേ, ഏതാടോ? സൊമാറ്റോ. സൊമാറ്റോ തേണ്ടേ മാക്കിനറിയാം. മാക്ക് അതിന്റെ ആളാ. മാക്ക് സൊമാറ്റോ ഒക്കെ ഓടുന്നുണ്ട്. ഇപ്പൊ സൊമാറ്റോ ഓട്ടം വിട്ടിട്ടെങ്ങാണ്ടാ അങ്ങോട്ട് പോയേക്കുന്നേ. അത് നോക്ക്. അത് കൂടാതെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നാണ് നോക്കാം. ഈ വയ്യാത്തവരോട് എങ്ങനെ സൊമാറ്റോ പോവാൻ? അതിപ്പഴല്ല, അതൊന്ന് ശരിയായി എല്ലാം കഴിഞ്ഞിട്ട് അയാൾക്ക് പിന്നെ ആ സ്കൂട്ടറിനും ഇതേപോലെ CC-ക്കാര് പിടിക്കാൻ വെച്ചേക്കും. അത് രണ്ടും കൂടെ ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി സേഫ് ആവാം. പിന്നെ ഈ വൈഫിന് അവിടെ വല്ലതും ചെറിയ പരിപാടി വല്ലതും വിട്ടുവാണെങ്കിൽ പറയാം, ഞാൻ അന്വേഷിച്ചായിരുന്നു. അന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അതെ, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പറഞ്ഞില്ലേ, ഇത് അന്നൊക്കെ പറയുമ്പോ എന്നാ ഞാനാ പോകുന്നതിന് 2-3 ദിവസം മുന്നേ ഒക്കെ ഉള്ള പരിപാടിയാ നമുക്ക് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊന്നും നോക്കിയിട്ടേ ഇല്ല ഉള്ള കാര്യമല്ല. അവരൊക്കെ അവിടെ അവരെ പിന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. ഞാൻ നോക്കാം, സാധാരണ നോക്കി എടുക്കാം. കുഴപ്പമില്ല.
അപ്പൊ ശരി എന്നാ. അപ്പൊ എന്തായാലും താങ്ക് യു. ഓ കാര്യമൊന്നുമില്ല. ശരി അജു, ഞാൻ വിളിക്കാം. എന്താ എപ്പോഴാ ഇങ്ങോട്ടൊക്കെ വരുന്ന? ഇവിടെ വരും പറയണേ. അവിടെ വരുമ്പോ വിളിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അജുവിനെ വിളിച്ചു, നിങ്ങൾ കേട്ടു. അപ്പൊ അജു പിന്നെ ഇദ്ദേഹവുമായിട്ട് ഒരുപാട് സ്നേഹ സംഭാഷണങ്ങൾക്ക് തുടങ്ങി. എന്നാലും അജുവിനോട് ഞാൻ അത് മെയിൻ ചോദിച്ച കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായിരിക്കെ ഇദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാമായിരുന്നു, തലേന്ന് ഷാരോണിനെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. പക്ഷേ ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അജു അലക്സിന് ഫോൺ ആവശ്യമാണ്. ആ ഫോണ് പോലീസുകാർ പിടിച്ചു വെച്ചു. ഇപ്പൊ അജു പറഞ്ഞു, അജു ഇങ്ങനത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരാൾ അവിടെ ആവശ്യമുണ്ട്, ഫോൺ ആവശ്യപ്പെട്ട് പോലീസ് കൊടുത്തില്ല. മാത്രമല്ല പുറത്തുനിന്ന് ഒരാളെ കാണാനോ സംസാരിക്കാനോ അനുവദിച്ചിട്ടില്ല, ആ രീതിയിൽ പുള്ളിയെ ഒരു ദിവസം മൊത്തം പോലീസുകാർ പിടിച്ചു വെക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ഒരു രോഗി മരണക്കിടക്കിൽ കിടക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ചെകുത്താന്ന് പറഞ്ഞ ഇവിടെയുള്ള പല ആളുകളും തെറ്റിദ്ധാരണ ഇദ്ദേഹം യൂട്യൂബിൽ വന്നു ഫേസ്ബുക്കിൽ വന്ന് തെറി വിളിക്കുന്ന ആളാണ്, ഇദ്ദേഹത്തിന് എല്ലാത്തിനോടും പുച്ഛമാണ്, ഇങ്ങനെയുള്ള മനോഭാവമാണ് ഇവിടെ ഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത്. പക്ഷെ ചെകുത്താനെ അറിയുന്ന ആളുകൾ, ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ, അദ്ദേഹം പറയുന്ന ഫാക്ട് കാര്യങ്ങൾ നോക്കുന്ന ആളുകളുണ്ട്. എല്ലാം സത്യസന്ധമായി തുറന്നു പറയുന്നു, ആരെയും ഭയക്കാതെ. അങ്ങനെ ഇരിക്കുന്നവർക്ക് ശത്രുക്കൾ എന്തായാലും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്താനും അവനെ തള്ളി പറയാനും ആൾക്കാരുണ്ടാവും. തീർച്ചയായും അതാണ് ഈ സംഭവിച്ചേക്കുന്നത്. അതെ, അവനെ ഒറ്റപ്പെടുത്തിയിട്ട് മാറ്റി നിർത്താനാണ് എല്ലാവരും നോക്കുന്നത്. ഇനി ചെകുത്താനെതിരെ എഫ്ഐആർ, ഞാൻ എഫ്ഐആർ വായിച്ചതാണ്, ഇത് ആർക്കും എഫ്ഐആർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ വായിച്ചതനുസരിച്ചിട്ട് ഞാൻ തന്നെ എന്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഇതിനെന്തിനാണ് പോലീസുകാർ തെളിവെടുപ്പ് നടത്തുന്നതും പിന്നെ ഈ കുറെ നാടക രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത്, ഇതിന് ആവശ്യം എന്താണ്? ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ രണ്ടുപേരുടെ ആധാർ കാർഡോ വല്ല സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ റിലീസ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഒരു വക്കീലിന്റെ പോലും ആവശ്യമില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കേസില് ഇവർ എത്രമാത്രം സർക്കാരിന് പെട്രോൾ ദുരുപയോഗം ചെയ്തു. എന്നിട്ട് ഇപ്പൊ കേസ് എന്ത് ചെയ്യും? ഇപ്പൊ എന്തെങ്കിലായോ? ഈ പോലീസുകാർ അദ്ദേഹത്തിനെതിരെ ഭീഷണി വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാണ്, ചെകുത്താന് കുടുക്കും പണി വരുന്നുണ്ടെങ്കിൽ. എന്തായാലും ഞാൻ പറയുന്നു, നിയമമാണ്, നിയമത്തിന്റെ വഴി തന്നെ കിടക്കണം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ല, അതിന് ശിക്ഷ അദ്ദേഹം അനുഭവിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ കലാപ ആഹ്വാനം നടത്തി എന്ന് പറയുന്നത് ഒന്ന് യുക്തിയുള്ള ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് കലാപാഹനം നടത്തി എന്നുള്ളതാണ്. പിന്നെ പറയുന്നു ലാലേട്ടനെ തെറി വിളിച്ചു എന്നുള്ളത്. അദ്ദേഹം, ഞാൻ ആ വീഡിയോ 3-4 പ്രാവശ്യം കണ്ടു നോക്കി, എവിടെയെങ്കിലും വിളിച്ചോ? ഇല്ല. പിന്നെന്തിനാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്? ആ കേസ് എന്നാലും പോട്ടെ, ഞാൻ അതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല, നമുക്ക് അതെന്താ വെച്ചാൽ ആവട്ടെ. പക്ഷെ ചെകുത്താൻ നടത്തുന്ന ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ്, ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ്, എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് മാതൃകയാവണം ഇങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്. കാരണം അത്തരം രീതി ഏതൊരാൾക്കും ഇപ്പൊ വേണമെങ്കിൽ ഓൺലൈനിൽ അടിച്ചു നോക്കിക്കോ, charityvithclarity.com എന്ന വെബ്സൈറ്റിൽ കയറി നോക്കൂ. ഇതുവരെ വന്ന പൈസ എത്ര വന്നു? 10 രൂപ വന്നാൽ 10 രൂപ വരെ ആ വെബ്സൈറ്റ് ഒന്ന് കാണിക്കും. എത്ര പൈസ അതിലിട്ടു, എത്ര പൈസ എടുത്തു, എന്തിനതെടുത്തു, എടുത്തതിന്റെ ബില്ലുകൾ, മാക്സിമം ബില്ലുകൾ അതിനകത്ത് അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാം. അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം നടത്തുന്നത്. ഇത് അദ്ദേഹം നടത്തുന്നത് എന്തിനാണെന്നറിയാവോ? മറ്റുള്ളവർക്ക് മുമ്പിൽ ഇങ്ങനെ ആവണം ഒരു ട്രസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു ട്രസ്റ്റ് ഇങ്ങനെ നടത്തണം. എന്തിനാണ് മറ്റുള്ളവർ ഒളിവിൽ? മറ്റ് ഒരുപാട് ട്രസ്റ്റുകളുണ്ടല്ലോ, ആ ട്രസ്റ്റ് ഒന്നും എത്ര പൈസ ഇട്ടു പോയി, എത്ര പൈസ ഇട്ടു വന്നു, ആർക്കും അറിയില്ല. പൈസ കൊടുക്കുന്നു, വരുന്നു, ഒന്നിനൊരു വ്യക്തതയില്ല, കൃത്യതയില്ല. ട്രസ്റ്റ് ഇല്ലാതെ തന്നെ വെറും വീഡിയോയിൽ കൂടെ തന്നെ ഇവിടെ പൈസ സ്വരൂപിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഇതിലോട്ട് മാറി വരണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ട്രസ്റ്റ് നടത്തുന്നത്. എനിക്ക് അജു അലക്സിന് അത്രയും വ്യക്തം അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനൊരു മാതൃകയാണത്. എന്നിട്ട് ആ ട്രസ്റ്റിന് വരെ കേസ് കൊടുക്കാൻ ഇവിടെ ആളുണ്ട്, മനസ്സിലായോ? ഒരു വക്കീലെങ്ങാണ്ട് ഇതിനൊരു കേസ് കൊടുത്തു എന്ന് പറയുന്നു. അതിനർത്ഥം ഞാൻ പറയട്ടെ, ഇത് ശത്രുതയുള്ള ആര് ചെയ്യാനാണ് സാധ്യത? നിങ്ങൾ ഊഹിച്ചു നോക്കിക്കും, അവരായിരിക്കും ചെയ്യുന്നത്. കാരണം നന്മയുള്ള ഒരു സാധനം ഇവിടെ ആര് തുടങ്ങിയാലും സമ്മതിക്കില്ല. സത്യസന്ധമായിട്ട് എന്ത് തുടങ്ങിയാലും സമ്മതിക്കില്ല. എന്തായാലും ഞാൻ അതൊക്കെ വിടുന്നു. അപ്പോ അവരുടെ ഒരു കേസിലാണ് ആൽവിൻ ചേട്ടന്റെ എല്ലാ, എനിക്ക് തോന്നുന്നു, ചികിത്സാ സഹായം നടക്കുന്നു. ജപ്തി ആവാനുള്ള വീടിന്
അത് സഹായം ഇപ്പൊ ജപ്തി ഇല്ല അല്ലെ, ഏകദേശം പൈസ അടച്ചു തീർത്തിട്ടുണ്ട്, പകുതിയോളം അടച്ചു തീർന്നുകൊണ്ട് ഇപ്പൊ ജപ്തി താൽക്കാലികമായിട്ടില്ല. ഇതെല്ലാം കാരണം ട്രസ്റ്റിൽ അത്രമാത്രം ഫണ്ടുകളൊന്നും വരുന്നില്ല, വരുന്നുള്ള ഫണ്ടൊക്കെ ഇത് ചെലവഴിക്കുന്നുമുണ്ട്. കാരണം വലിയ ഫണ്ടൊന്നും ഈ ട്രസ്റ്റിനകത്ത് വരുന്നില്ല, പക്ഷെ അത് ഉള്ളത് കൊണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് സഹായം എത്തുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് പൈസ ഇടണോ വേണ്ടോ എന്നൊക്കെ നിങ്ങളുടെ യുക്തിബോധം കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിലോട്ട് വരാം. കാരണം ഇദ്ദേഹത്തിന് വയ്യാതായ സമയത്ത് ഇവിടെ നിന്ന് കസേര കൊണ്ട് പൊക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പല വീട്ടുകാർക്കും അങ്ങനെ പ്രശ്നം വഴിയില്ല. ഭീമന്റെ വഴി എന്ന സിനിമ കണ്ടവർക്ക് അറിയാം, ഇവിടെ വഴിയില്ല, ഇവിടെ നടന്നു പോകാനുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ വഴി കൂടെ ഈ സീരിയസ് ആവുന്ന സമയത്ത് ഇദ്ദേഹത്തെ കസേര കൊണ്ട് എത്തിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. കുറച്ച് ഇദ്ദേഹത്തെ സംസാരിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ അമ്മ ശ്വാസം മുട്ടൽ കാരണം അല്ലെ മരിച്ചുപോയി. കാരണം ഈ കസേരയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങൾ എല്ലാ വീട്ടിലും ഒരു സ്ട്രക്ചർ വെക്കണത് എന്തായാലും നിർബന്ധമായിരിക്കും. അത് വെക്കണം. ഈ വഴിയില്ലാത്ത പ്രശ്നം, അത് വഴി ഉണ്ടെങ്കിൽ വഴി ഉണ്ടാക്കാനുള്ള സജീവനങ്ങൾ ഉണ്ടാക്കണം. കാരണം ഇതിപ്പോ എല്ലാവർക്കും മറ്റു ആളുകൾ പൈസ സ്വരൂപിച്ചിട്ട് വഴി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇത്ര പൈസ അവിടെ ഇവിടുന്ന് സ്വരൂപിച്ചിട്ട് ഒരു വഴി ഉണ്ടാക്കാം, ഒരു വഴി വേണം. ഭയങ്കര എമർജൻസി ഇപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷ വീണെങ്കിൽ ഇപ്പൊ ഒരു പാടില്ല, ഇപ്പൊ ഒരു അറ്റാക്ക് വന്നെന്ന് വിചാരിക്കുക, എന്നെ കോമയിലായിട്ടല്ല കൊണ്ടുപോയി. അപ്പൊ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഒരാളെ വഴി വേണ്ടേ? തീർച്ചയായും അതില്ല. ഇവിടെ ഉള്ള ഒരാൾക്കാരും സഹകരിക്കില്ല. ഇദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോയത് കോമയിലാണ്. ആ കോമയിലല്ല, അബോധാവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഈ കസേര മൂക്കി കൊണ്ടുപോവാണ്. ആലോചിച്ച് നോക്കും. നമുക്കറിയില്ല, നമ്മളെ വീട്ടിലൊക്കെ വഴിയുണ്ട്, വഴിയുള്ള ആൾക്കാർക്കൊന്നും ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു പ്രാധാന്യം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു വഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ചെറിയ പ്രോബ്ലം അല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നടന്നു പോകാൻ ഓക്കെ, വയ്യാത്ത ആൾ എന്ത് ചെയ്യും? വീൽ ചെയർ ഊറ്റി കൊണ്ടുപോകാൻ പറ്റൂല, അതും പ്രശ്നമാണ്. അപ്പൊ അതെന്തായാലും ഇരിക്കട്ടെ. എന്തായാലും എനിക്ക് ചേട്ടനോട് ഞാൻ അവിടെ വന്ന് സംസാരിക്കാൻ സാധിച്ചില്ല. എനിക്ക് സന്തോഷമുണ്ട്, മാത്രമല്ല അതിയായ ദുഃഖവുമുണ്ട്. എനിക്ക് ചേട്ടൻ കാല് കാണുന്ന സമയത്ത് ദുഃഖം. എന്തായാലും സുഖം പ്രാപിച്ചു വരട്ടെ. ഇപ്പൊ പെയിൻ വല്ലതും ഉണ്ടോ? പ്രാർത്ഥിച്ചാ മതി, അത്രേ ഉള്ളൂ. ചേട്ടൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. എന്തായാലും സുഖം പ്രാപിച്ചു വരട്ടെ. പേരുണ്ടാന്ന് ചോദിച്ചാൽ ഇല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇടക്കിടക്ക് വരുമോ? വരുന്ന സമയത്ത് മരുന്ന് കഴിക്കും? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ? അല്ലാണ്ട് വേദനയുണ്ട്. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്? കഴിക്കുന്നുണ്ട്, അല്ലാണ്ട് വേദനയുണ്ട്. എന്തായാലും നന്ദി.